ക്ലാസ് കഴിഞ്ഞെങ്കിൽ സീത ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. സീതയോ? ക്ലാസ് കഴിഞ്ഞ് പോയല്ലോ. പോയോ? എപ്പോ? 1 മണിക്കൂറെങ്കിലും ആയി കാണും. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. ബസ് കയറി പോയിട്ടുണ്ടാവും. വീട്ടിൽ പോയി നോക്ക്. വാ. അമ്മേ, സീത ചേച്ചി എന്ത് പണിയാ കാണിച്ചത്? ഇന്ന് ക്ലാസ് നേരത്തെ കഴിയുന്നവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നില്ലേ? ഇന്ന് തനിച്ചു വന്നതങ്ങാ മാധവേട്ടൻ അറിഞ്ഞാ പിന്നെ എന്നെ വെച്ചേക്കോ? നീ എന്തുവാടാ ചെറുക്കാ കടന്ന് പിച്ചും പേയും പറയുന്നത്? ആര് തനിച്ചു വന്നെന്നാ? സീത ചേച്ചി. സീതയോ? അപ്പൊ സീത ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അതെങ്ങനെയാ കുട്ടിയെ? നിങ്ങളുടെ കൂടെ അല്ലയോ നിത്യവും സീത വരണത്? അയ്യോ, പിന്നെ സീത ചേച്ചി ഇങ്ങോട്ട് പോയി. മാധവൻകുട്ടിയേട്ടാ, മാധവൻകുട്ടിയേട്ടാ, നമ്മുടെ സീത ചേച്ചിയെ കാണാനില്ല. എന്താ? ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് പോന്നു കളഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ അവിടെയും കണ്ടില്ല. ഇതുവരെ വീട്ടിലും എത്തിയിട്ടില്ല. എടാ, നിന്നോടൊക്കെ ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടില്ല എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എന്താ വന്നില്ല അവിടെ? ഇല്ല മാധവേട്ട, ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലൊക്കെ ഒന്ന് നോക്കായിരുന്നു. അല്ലാണ്ട് ആ കുഞ്ഞ് എവിടെ പോവാനാ? അതെ, അത്രേ ഉള്ളൂ. കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കാനേ വഴിയുള്ളൂ. നിങ്ങൾ വഴിയിൽ ഇറങ്ങി ഇങ്ങനെ കരയാണ്ട് അകത്തേക്ക് കയറിപ്പോയെ. ഭാർഗവമേ, കുട്ടികളെ കൊണ്ട് അകത്തേക്ക് ചെല്ലും. ഞാൻ എന്താ വരുന്നു. സാർ, ഞാൻ സീതാലക്ഷ്മിയുടെ ഏട്ടൻ മാധവൻകുട്ടിയാ. സീതാലക്ഷ്മി എത്ര മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടത്? ഒരു 3:30 മണിയായി കാണും. എന്താ ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇതുവരെ അങ്ങനെ വൈകാറില്ല. ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ പോയതായിരിക്കും. അല്ലാതെ വേറെ ഒന്നും ആകാൻ വഴിയില്ല. ഞാൻ മറ്റേ എന്താ മാധവൻകുട്ടി ഇത്? കൊച്ചുകുട്ടികളെ പോലെ. അവളെ എവിടെ പോകാനാ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും. മാധവൻകുട്ടി പെട്ടെന്നൊരു കംപ്ലൈന്റ് എഴുതി തന്നെ. നേരം വിളിക്കുന്നതിന് മുമ്പ് അവൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. ഞാനല്ലേ പറയുന്നത്? എനിക്ക് വയ്യ, എനിക്കൊന്നിനും വയ്യ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല. മാധവൻകുട്ടിയേട്ടാ, മാധവൻകുട്ടിയേട്ടാ, സീത ചേച്ചി വന്നു. അവിടെ വീട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടിട്ടാ വരുന്നത്. മോനെ മാധവൻകുട്ടി, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അതിനെ വഴക്കും പറയണ്ട. പാവം പേടിച്ച് വിറച്ചിരുന്ന് കരയുക. ഒന്നും ചേച്ചിയുടെ കുറ്റമല്ല മാധവേട്ട, ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. ആക്സിഡന്റ്? ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെയും കാത്തു നിൽക്കുമ്പോ ഒരു ജീപ്പ് വന്ന് ഇടിക്കാൻ പോയി. അത് കണ്ട് പേടിച്ച് പിറകോട്ട് ചാടിയതാ. കാല് തെറ്റി ചളിത്തോട്ടി വീണു. എന്നിട്ട് അവിടെ നിന്നൊരു കൂട്ടുകാരി കണ്ട് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ വീട്ടിൽ നിന്ന് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.